ഒരു കൊടും ഭീകരനെ പിടിച്ച് ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കൊടും ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപകരിൽ പ്രധാനിയായിട്ടുള്ള ഹാഫിസ് സെയ്ദിന്റെ വലങ്കൈ ഇബ്തിസം ഇലാഹി സാഹിർ ബംഗ്ലാദേശിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ സാഹിർ ഈ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള പങ്കിടുന്ന അതിർത്തിയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ചേർത്ത് ബംഗ്ലാദേശ് മാപ്പ് ഉണ്ടാക്കി അവിടെ എത്തിയ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് കൊടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു കൊടും ഭീകരനെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇവിടങ്ങളിൽ നടത്തുന്ന സന്ദർശനത്തിന്റെ ലക്ഷ്യവും രീതിയും പദ്ധതിയും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ബംഗ്ലാദേശിൽ വൈകാതെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും സ്ഥിരം പ്രധാനമന്ത്രി വരുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും തൽക്കാല പ്രധാനമന്ത്രി യൂനിസ് അഹമ്മദ് പാകിസ്ഥാനുമായി ചേർന്ന് കള്ളക്കളികൾ നടത്തുകയാണെന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത്. പാകി സൈനിക മേധാവികൾ മാറി മാറി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതും അപ്പോഴെല്ലാം ഭീകര സംഘടനകളുടെ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമൊക്കെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം പാകി സംയുക്ത സൈനിക മേധാവി ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി സമ്മാനിച്ച ബംഗ്ലാദേശ് ഭൂപടത്തിൽ ഭാരതത്തിൽ അസം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെതാക്കി ചിത്രീകരിക്കുന്നത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ സാഹിറിന്റെ സന്ദർശനം ദുസ്സൂചനയാണെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. ഇപ്പോഴിതാ സെൻസിറ്റീവ് പ്രദേശങ്ങളിലാണ് ഇയാളുടെ സഞ്ചാരം, അതായത് ചിക്കൻ നെക്ക് അടക്കമുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലൂടെയാണ് ഈ സാഹിർ എന്ന് പറയുന്ന ഭീകരവാദിയുടെ സഞ്ചാരമെന്നും ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഏത് തരത്തിലായിരിക്കും ഇന്ത്യ ഈ ഭീകരവാദിയെ കൈകാര്യം ചെയ്യുന്നത് എന്നു മാത്രമാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.